പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ യു പി ഐയുടെ നമ്മുടെ ഈ പൈസ ഓൺലൈൻ വഴി ട്രാൻസാക്ട് ചെയ്യുന്ന ആപ്പുകളുണ്ടല്ലോ, ആപ്പുകളെല്ലാം ഇന്നലെ പണിമുടക്കിയിരുന്നു. രാവിലെ 11-11:30 പണിമുടക്കി 3 മണി വരെ മിക്കവാറും ആളുകൾക്കൊന്നും യു പി ഐ ട്രാൻസാക്ഷൻ നടന്നില്ല. വലിയ രീതിയിലുള്ള പണിമുടക്കായിരുന്നു. അപ്പം ഈ പണിമുടക്കിൻ്റെ കാരണം സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണ് എന്നാണ് ഈ യു പി ഐയുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 3 തവണയാണ് യു പി ഐ പണിമുടക്കിയിരിക്കുന്നത്. അപ്പോൾ പണിമുടക്കിയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഹോട്ടലിലൊക്കെ പോയി ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് എത്രയാ ബില്ല് എന്ന് പറഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്യാനെടുക്കും, വരുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ നയാ പൈസ ഇല്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇവിടെ ഏതോ ഒരു സിനിമയിലെ ജഗതിയും, കാബൂളിവാല എന്ന സിനിമയിലെ ജഗതിയുടെയും ഇൻഡസെൻറ്റിൻ്റെയും അവസ്ഥയായിരിക്കും. കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യും എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. പാഴ്സലൊക്കെ നീക്കി വയ്ക്കാൻ പറ്റും, അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് യാത്രയൊക്കെ ചെയ്യുന്ന സമയമാണ്, വിഷുക്കാലമാണ്, ഈസ്റ്ററൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഫോണിലെ യു പി ഐയിൽ മാത്രം ആശ്രയിച്ചിരിക്കരുത്. 3 പണിമുടക്കായി കഴിഞ്ഞു. അല്ലാതെ നാണക്കേടായിരിക്കും. കുടുംബമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഭക്ഷണം പൈസ ഇല്ല ഏട്ടാ എന്നെങ്ങനെ പറയുമെന്ന് ആലോചിച്ച് നോക്കി. വേറെ ഒരു നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒരു കയ്യിൽ ഒരു 500-1000 രൂപയുടെയൊക്കെ ചില്ലറയൊക്കെ കരുതി വെച്ചേക്കുക. അത്യാവശ്യം അത് കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാത്തിനും ഇപ്പോൾ യു പി ആശ്രയിക്കുകയാണ്. സമ്പൂർണ്ണ ഡിജിറ്റലായി മാറുന്നു നമ്മൾ. മാത്രമല്ല വലിയ ഇടപാടുകളൊക്കെ നടക്കുക. ഈ മാർച്ചിൽ മാത്രം 24,77,000 കോടി രൂപയുടെ ഇടപാടുകളാണ് യു പി ഐ വഴി നടന്നത്.